ഷാജി കൈലാസിന്റെ സിനിമയിലെ നായകന്മാര് ഒരു മനുഷ്യനായിരിക്കില്ല, ഒരു അധികാരത്തിന്റെ ആൾരൂപമായിരിക്കും. നിയമം പരാജയപ്പെടുമ്പോൾ ഒരു മനുഷ്യനങ്ങടി എണീക്കും. പക്ഷെ ഒരു ചോദ്യം, 2026 ഈ നായകന്മാരെ പ്രേക്ഷകരെ ഏറ്റെടുക്കുമോ? നരസിംഹം, കിങ്, കമ്മീഷണർ, OMR അതായത് റെഡ് ചില്ലീസ്, ദ്രോണ, ചിന്താമണി കൊലക്കേസ്, കടുവ, ഇപ്പോൾ വരവും. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷാജി കൈലാസിന്റെ നായകന്മാരെല്ലാവരും നല്ല പഠിപ്പും പവറും പണവും നല്ല മെയിൽ ഈഗോയും എന്തിനെ എതിർക്കാൻ കഴിവുള്ള നായകന്മാരായിരിക്കും. ഒന്നല്ലെങ്കിൽ സംസാരിക്കില്ല, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ ഡയലോഗ് പറയും. ആ നായകൻ റൂമിലേക്ക് കയറുമ്പോൾ എല്ലാവരും നിശബ്ദമാവും. അതാണ് സിനിമാറ്റിക് മസ്കുലിനിറ്റി. മസിലല്ല, ഒരു പ്രസൻസ് ആണ്, ഒരു മെയിൽ മസ്കുലിനിറ്റി ആണ്. ഡാർക്ക് സൈക്കോളജിയിൽ ഡൊമിനൻസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ആരാണ് ശക്തൻ എന്നുള്ളത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. കണ്ണോട്ടം, നടപ്പ്, ശബ്ദം, ഫ്രെയിംസ്, സിനിമാറ്റിക് ആംഗിള്, ഇതിലൂടെയൊക്കെ ഷാജി കൈലാസ് ആരാണ് ശക്തൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ പറയാറുണ്ട്. ക്യാമറ ആംഗിൾ കൊണ്ട് പറയുന്ന സംവിധായകനാണ്. എന്തിനു വേണം? ചിന്താമണി കൊലക്കേസിൽ അദ്ദേഹം ഡയറക്റ്റഡ് ബൈ ഷാജി കൈലാസ് എന്ന് എഴുതിയിട്ടില്ല, ഷോർട്സ് ബൈ ഷാജി കൈലാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെയാണ് വരവ് വ്യത്യാസമാവുന്നത്. ഇവിടെ മോഹൻലാൽ ഇല്ല, സുരേഷ് ഗോപി ഇല്ല, മമ്മൂക്ക ഇല്ല, ജോജു ആണ് വരുന്നത്. ജോജുവിന്റെ കരിയർ നോക്കൂ. പൊറിഞ്ചു മറിഞ്ചോസ്, ആന്റണി, ജോസഫ്, ഇതെല്ലാം ഒരു മെയിൽ മസ്കുലിനിറ്റിന്റെ അടയാളം തന്നെയാണ്. ശക്തനായ മനുഷ്യനാണ്. പൊറിഞ്ചുവിനെ എടുത്തു നോക്കൂ, ശക്തനായ മനുഷ്യനാണ്. വേദനയിൽ നിന്നാണ് ആ ശക്തി ഉണ്ടാവുന്നത്. ആന്റണി ആണെങ്കിലോ ഒറ്റപ്പെടൽ നിന്നിട്ട് പണം കൊണ്ടാണ് അദ്ദേഹം ശക്തി ആർജിക്കുന്നത്. ഷാജി കൈലാസിന്റെ നായകന്മാര് അടി ഉണ്ടാക്കുന്നത് മാസ് കാണിക്കാനല്ല, കൂടെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വരവില് ജോജുവിന്റെ മസ്കുലിനിറ്റിയും വരുന്നത് കോപത്തിൽ നിന്നല്ല, മുറിവിൽ നിന്നാണ്. AK സാജന്റെ തിരക്കഥയിൽ ഒരു പാറ്റേൺ എപ്പോഴും കാണാം. ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം, പവർ, കറപ്ഷൻ, റിവഞ്ച്. സത്യം ആദ്യ സീനിൽ കിട്ടില്ല, ഓരോ ലെയർ കഴിയുമ്പോൾ അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് അസുരവിത്ത്. അത് തിരക്കഥാപരമായിട്ട് നല്ല മോശമാണെങ്കിലും നല്ല മേക്കിംഗ് സ്റ്റൈലായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു സിനിമയാണ് ദ്രോണ. എന്തൊരു കടുകട്ടി ഡയലോഗാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ദ്രോണ അന്ന് ഫ്ലോപ്പ് ആണെങ്കിലും അതിലെ മാസ് സീനുകൾ ഇപ്പോഴും ജനങ്ങൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന സീനുകളിൽ ഒന്നാണ്. AK സാജൻ തിരക്കഥ എഴുതുമ്പോൾ വില്ലൻ ഒരാൾ മാത്രമായിരിക്കില്ല, ഒരു സിസ്റ്റമോ ഒരു കൂട്ടം ആൾക്കാരോ ആയിരിക്കും. OMR എടുത്ത് നോക്കിക്കോളൂ, അതായത് റെഡ് ചില്ലീസ്, അതിലും അങ്ങനെ തന്നെയാണ്. വരവിന്റെ ട്രെയിലറിലും അങ്ങനെ തന്നെയാണ്. പോളച്ചൻ ജയിലിന് പരോളിൽ ഇറങ്ങുന്നു. സമാധാനത്തിൽ കുടുംബത്തോടെ ഇരിക്കാനല്ല, പക വീട്ടാനാണ് വരുന്നത്. അപ്പൊ വരവെന്ന ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും മറഞ്ഞിരിക്കുന്ന സത്യം എന്തോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന്. ഷാജി കൈലാസ് ക്യാമറയെ ആയുധമാക്കും, AK സാജൻ മിസ്റ്ററി ആയുധമാക്കും, ജോജു ജോർജ് വേദന ആയുധമാക്കും. ഇവർ 3 പേരും ഒന്നിച്ചാലോ വരവ് ഒരു ആക്ഷൻ സിനിമ മാത്രമായിരിക്കുമോ, അതോ മലയാള സിനിമയിലെ മാസ് മസ്കുലിനിറ്റിയെ വീണ്ടും നിർവചിക്കുന്ന ഒരു സിനിമയാവുമോ?